ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ TC നിർബന്ധമാണോ? അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ കുട്ടികളാവട്ടെ, അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് അതുപോലെ തന്നെ MCom സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ MComന്റെ ഓൺലൈൻ ബാച്ച് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുകയാണ് കേട്ടോ. Okay, so this is Kiran CS. Once again, welcome back to KC's classes. ഇതിനെ പറ്റിയിട്ട് ആദ്യമായി പറയാനുള്ളത്, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനുള്ള പ്രോസ്പെക്ടസിന്റെ ഡീറ്റെയിൽസിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിൽ TC എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. TC നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 50 വയസ്സിന് മേലെയുള്ളവർക്ക് TC മസ്റ്റ് അല്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ TC അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിനുശേഷം ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലേണിംഗ് സെൻറ്ററിലോട്ട് പോകേണ്ടതായിട്ട് വരും. അവിടെയാണ് നിങ്ങൾ TC വെരിഫിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ്, പ്രോസ്പെക്ടസിൽ TC എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസിൽ TC വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാൻ TC അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാം. ഫിസിക്കൽ വെരിഫിക്കേഷന് ലേണിംഗ് സെൻറ്ററിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അത് കാണിച്ചാൽ മതി. അങ്ങനെയാണ് എന്താണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുക. ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇതാണ് കാണാൻ സാധിക്കുക. ബട്ട് TC ഇല്ലെങ്കിലും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും, ഒരു പ്രോബ്ലം ഇല്ലാണ്ട്. കാരണം അവർ ആദ്യം 50 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ള ആൾക്കാർക്ക് TC മാൻഡേറ്ററി അല്ല, അങ്ങനത്തെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ TC ഇല്ലെങ്കിൽ നമുക്കറിയാം അഡീഷണൽ ആയിട്ട് കോഴ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓൾറെഡി ഒരു ഡിഗ്രി ഉണ്ട്, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ കേസിലൊക്കെ നമുക്കറിയുന്നതാണ് TC ഓൾറെഡി ഒരു കോഴ്സിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ TC കയ്യിലുണ്ടാവില്ല. പിന്നെ ഒരുപാട് കുട്ടികൾ ഗ്യാപ്പൊക്കെ വന്ന് TC കളക്ട് ചെയ്യാത്ത കുട്ടികളുണ്ട്. കോഴ്സ് ആദ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടിയ TC മിസ്സായവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ TC ഇല്ലെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അവർ പ്രോസ്പെക്ടസിന്റെ കേസിൽ TC മാൻഡേറ്ററി അല്ല, അങ്ങനത്തെ ഒരു പരിപാടി പറഞ്ഞിട്ടില്ലെങ്കിലും TC എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ശരിക്കും നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്മിഷൻ്റെ പ്രൊസീജിയറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സബ്മിഷന് ശേഷം ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് ഫിനിഷ് ആവുള്ളൂ. അങ്ങനെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ഇത്രയധികം കുട്ടികൾ വരുന്നത് കൊണ്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓൺലൈനായിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി വെരിഫൈ ചെയ്ത് നമ്മുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ TC എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. അവർ തന്നെ സോഷ്യൽ മീഡിയ പേജസിലൂടെ അവർ പറയുന്നുണ്ട് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. TC മാൻഡേറ്ററി അല്ല, നോ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ എന്താണ് നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ TC ഇല്ലെങ്കിലും പല കുട്ടികളും TCക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ TC ഇല്ലാണ്ട് ഓൺലൈൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷന് പോകുമ്പോൾ TC ഇല്ലെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെ ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു പ്രോബ്ലം അല്ല. ഈ പറയുന്ന ഫിസിക്കൽ വെരിഫിക്കേഷനും അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ട് തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വിതരണവും അതുപോലെ തന്നെ കോൺടാക്ട് ക്ലാസ്സസിന്റെ കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ പകുതിയൊക്കെ കഴിയുമ്പോൾ ആയിരിക്കും, ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ കുട്ടികളെ കോൺടാക്ട് ചെയ്യുക. ഇങ്ങനത്തെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, ഡയറക്റ്റ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞു, BCom, BBA, MCom ഈ 3 കോഴ്സസിനും നമ്മൾ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. സോ MComന്റെ ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.